ഹലോ, ഇത് കണ്ടക്കൈ വായനശാലയല്ലേ ഇത്? ആ ആ ആ. ആണല്ലേ. അവിടെ പി രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളാണോ നാടകം കളിച്ചത്? അതെ 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 അദ്ദേഹത്തിന്റെ നമ്പറാണ്. അദ്ദേഹത്തിന് നായ കടിച്ചു എന്ന് പറഞ്ഞ് ശരിയാണോ? അതെ അതെ. വെറുതെ റിപ്പോർട്ടാണ്. അതായത് നായ നായ തെരുവ് നായാണ്. ഓടിയെന്ന് കടിച്ചോ? ഓടി വന്ന് അടിച്ചു. വെരി ഗുഡ്. അപ്പൊ അദ്ദേഹത്തിന്റെ നമ്പർ എത്രയാ? അന്ന് വെരി ഗുഡ് എന്ന് പറഞ്ഞേ. അല്ല, ഞങ്ങക്ക് പറയാനുണ്ടേ. ആ കേസ് കൊടുക്കാനാണ്. നമ്പർ കിട്ടിയത് നന്നായി. ഓ അങ്ങനെ. അല്ലല്ല, അങ്ങനെയൊന്നല്ല. ഞങ്ങളുടെ ഇവിടെ നായ്ക്കളുണ്ട്, ആരും കടിക്കാറില്ലല്ലോ. കാരണം നിങ്ങളുടെ കണ്ണൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയക്കാരിയാണ്. ഇടതുപക്ഷം വലതുപക്ഷം ഞാൻ ചോദിച്ചില്ലല്ലോ. അല്ലല്ല, നിങ്ങളുടെ രാഷ്ട്രീയം ഞാൻ നിങ്ങളോട് ചോദിച്ചേ. മറ്റുള്ള ജീവിയുടെ അധികാരവർഗം അല്ല നമ്മള്. മനസ്സിലായില്ലേ? അപ്പൊ ഇപ്പം അവയർനെസ് കൊടുക്കുന്നതിന് പകരം ഞങ്ങൾക്ക് ഇവിടെ എല്ലാത്തിനും അംഗീകരിക്കേണ്ട, എല്ലാത്തിനും വാക്സിനേറ്റ് ചെയ്യേണ്ട, ആരും കടിക്കാറില്ലല്ലോ. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക്. എല്ലാവരും ഫീഡ് ചെയ്യും, എല്ലാത്തിനും വാക്സിനേറ്റ് ചെയ്യും. പിന്നെ ഈ മുനിസിപ്പാലിറ്റി സഹകരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളൊക്കെ അധ്വാനിച്ചൊക്കെ ഒരാളെയും കടിക്കാറില്ല. കംപ്ലൈന്റ് ആയിട്ട് വന്നു അയാളെ കടിച്ചുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം ഇപ്പൊ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്? അപ്പൊ ഈ നമ്പർ ഇതാണല്ലേ? ശരി, ഇത് അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചത്. രാധാകൃഷ്ണൻ അല്ലേ? ഓക്കെ. നിഖിൽ അളവൂർ ചേരുന്നു വിവരങ്ങളുമായി. നിഖിൽ, കേൾക്കുമ്പോൾ നല്ല കോമഡിയായി തോന്നുമെങ്കിലും യാഥാർത്ഥ്യമാണ് അല്ലേ? ആരാണ് ഈ രീതിയിൽ ഭീഷണിപ്പെടുത്തിയത്? ഈ നായസ്നേഹി എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഒരു സ്ത്രീയാണ് ഇന്ന് ഈ നാടകം സംഘടിപ്പിച്ച കണ്ടക്കയിലെ കൃഷ്ണപിള്ള സ്മാരക വായനശാലയിലേക്ക് ഫോൺ ചെയ്തത്. അവിടെ വിളിച്ച് ഈ രാധാകൃഷ്ണന്റെ നമ്പറൊക്കെ ചോദിച്ചു. അതിനുശേഷമാണ് ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കാനാണ് പോകുന്നത് എന്ന് പറയുന്നത്. ഇവർ പറയുന്നത്, നിങ്ങൾ ഈ തെരുവ് നായ്ക്കെതിരെ പ്രതിഷേധിക്കുന്നത് എന്തിനാണ്? അവയെ വന്ധ്യംകരിച്ചാൽ പോരെ, അവയെ നിങ്ങൾ സ്നേഹത്തോടു കൂടി പരിഗണിച്ചാൽ അവ നിങ്ങളെ കടിക്കില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ ഈ തെരുവ് നായ കടിച്ച ആൾക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഫോൺ കോൾ വന്നത്. അത് മാത്രമല്ല, അവർ പറയുന്നത് അങ്ങനെ അങ്ങനെ ഒരു നായ കടിച്ചെങ്കിൽ അത് നന്നായി, വെരി ഗുഡ് എന്ന് പോലും അവർ പറയുന്നുണ്ട്. മാത്രമല്ല, അവർക്ക് തുടക്കത്തിൽ അവർ ചോദിക്കുന്നത് ഇത് സംഭവം വെറുതെ ഒരു വാർത്തയാക്കിയതാണോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചാണ് ഇവർ വിളിക്കുന്നത്. പിന്നീട് നായ കടിച്ചു എന്ന് പറയുന്ന സമയത്ത് വെരി ഗുഡ് എന്നതാണ് അവരുടെ അതിലുള്ള പ്രതികരണം. അവർ പറയുന്നത്, ഞങ്ങളുടെ നാട്ടിലൊന്നും ആരെയും തെരുവ് നായ കടിക്കുന്നില്ലല്ലോ, അവിടെ എങ്ങനെയാണ് കടിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മൃഗസ്നേഹികൾ ഉയർത്തുന്ന, അല്ലെങ്കിൽ ഈ നായസ്നേഹികൾ എന്ന് പറയുന്ന ആളുകൾ ഉയർത്തുന്ന വാദം അത് അവർ ആവർത്തിച്ച് പറയുകയാണ്. അതിനപ്പുറത്തേക്ക് ഒരാൾക്ക് നായ കടി ഏറ്റു എന്ന സംഭവത്തിൽ അവർ അത് നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. ഇത്തരത്തിൽ ഇതിൽ ഈ രാധാകൃഷ്ണനെതിരെ പരാതി കൊടുക്കും, കേസ് കൊടുക്കും തുടങ്ങിയ കാര്യങ്ങളാണ് അവർ പറഞ്ഞു വെക്കുന്നത്.